ഹായ് യാൾ, ഇന്ന് നമ്മളൊരു ചക്കക്കുഴയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചക്കയെല്ലാം വെട്ടി അതിൽ നിന്ന് ഓരോരോ അല്ലിയായിട്ട് നമ്മൾ ചക്ക എടുക്കുക. ദെൻ അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ മേളിലൊരു ചണ പോലൊരു സാധനമുണ്ട്, അതും കളഞ്ഞ് ചക്കക്കുരുവും സെപ്പറേറ്റ് ചെയ്ത് ചക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചക്ക അരിയുന്നതൊക്കെ അമ്മയാണ്, അതുകൊണ്ട് നല്ല വൃത്തിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞു. കുഞ്ഞു കുഞ്ഞരിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. സോ ചക്കക്കുരു എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചക്കക്കുരു എടുക്കണം. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് ചെറിയതായിട്ട് അരിയാം. എന്നിട്ട് നല്ല കഴുകിയ ചക്ക കുക്കറിനകത്തേക്ക് വാരി വാരി അങ്ങോട്ടിടണം. ചക്കയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് അങ്ങോട്ട് ഗ്യാസിലേക്ക് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് സെറ്റാക്കാം. പച്ചമുളക് വേണം, കുറച്ച് ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളകൊക്കെ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പം നമുക്ക് ജീരകമൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പീരയൊക്കെ ആവശ്യത്തിന്, അതായത് നിങ്ങൾ എന്തോരം എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വേവിച്ച ചക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ പീരയിട്ട് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴയ്ക്കണം. അപ്പം നമുക്ക് ഇത് കുഴയ്ക്കാനായിട്ട് പണ്ടൊക്കെയുള്ള ആൾക്കാരുടെ കയ്യിലൊരു തടി പോലെ ഒരു സാധനം ഉണ്ടാവും. ഇപ്പം നമുക്കതൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ തവി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സ്പൂണല്ല, വലിയ തവിയുടെ പുറകുവശം കൊണ്ടിട്ടാണ് ഇതിങ്ങനെ കുഴയ്ക്കുന്നത്. ഈ കുഴയിലാണ് മക്കളെ കാര്യം. ഈ കുഴച്ച് നല്ല സെറ്റാക്കി പീരയും ഇതെല്ലാം ഒരുമിച്ച് വരണം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. സോ ഇതാണ് ഫൈനലായിട്ട്. എന്നിട്ട് നല്ല അടിപൊളി മീൻ കറിയുടെ ഒപ്പം അങ്ങോട്ട്